എനിക്കിപ്പൊ തന്നെ കാണണം തോന്നുന്നു. ഏതായാലും 5 മണി വരെ ക്ഷമിക്കേ. സമയം പോകുന്നില്ലെന്നേ. പിന്നെ വൈകിട്ട് എന്താ പരിപാടി? വിഷ്ണുട്ടൻ പറ. ഒരു കാര്യം ചെയ്യ്, ഓഫീസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് പോക്കോ. ഞാനിവിടെ എത്തിക്കോളാം. ശരി. ഹലോ മിസ്റ്റർ വിഷ്ണു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ട്രാഫിക് ജാമിൽ പെട്ട് ലേറ്റ് ആയി പോയി. അരുന്ധതി. അരുന്ധതിക്ക് ബുലാവോ. യെസ് മാഡം. കം ഇൻ. ഇരിക്കും മിസ്റ്റർ വിഷ്ണു. താങ്ക് യു. ആദ്യം കണ്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അരുന്ധതിക്ക് അനുയോജ്യനായ ഹസ്ബൻഡാണ് മിസ്റ്റർ വിഷ്ണു. മെയ്ഡ് ഫോർ ഈച്ച് അതർ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ ഒന്നും വേണ്ട അരുന്ധതി. യു ആർ വെരി സ്മാർട്ട് മിസ്റ്റർ വിഷ്ണു. എന്റെ ഹസ്ബൻഡും ഇതുപോലെ നീണ്ടു മെലിഞ്ഞിട്ടായിരുന്നു. ഹി വാസ് സോ സ്മാർട്ട് ആൻഡ് സോ ഹാൻസം. എന്നെ എന്ത് ഇഷ്ടമായിരുന്നെന്ന് അറിയാമോ? തമാശകൾ പറഞ്ഞ് എപ്പോഴും എന്നെ ചിരിപ്പിക്കുമായിരുന്നു. വാ 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 വാ. ഗോവയിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത്. ഇറ്റ് വാസ് ഓൺ 1957. അന്ന് ഞാൻ അവിടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ പഠിപ്പിക്കുകയായിരുന്നു. 3 വർഷത്തെ ഡിവൈൻ ലവ്. എന്നെ അദ്ദേഹം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. ബട്ട് യു നോ മിസ്റ്റർ വിഷ്ണു, ഫേറ്റ് വാസ് ക്രൂവൽ ടു മീ. വിവാഹം കഴിഞ്ഞ് 6 മാസം തികഞ്ഞില്ല. വൺ ബാഡ് സൺഡേ ഞാൻ ഇന്നും ഓർക്കുന്നു. വെറും ഒരു കാർ ആക്സിഡന്റ്. ഐ ആം ആൻ അൺലക്കി വുമൺ. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു വാക്ക് പറയാതെ. Oh Jesus! It's 7 o'clock now. Sorry Mr. Vishnu. ഈ ഹോസ്റ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് 7 മണി കഴിഞ്ഞാല് പുരുഷന്മാർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് മിസ്റ്റർ വിഷ്ണു ഇപ്പൊ പോയിട്ട് നാളെ നേരത്തെ വരൂ. എനിക്ക് കുറെ കാര്യങ്ങളൂടെ സംസാരിക്കാനുണ്ട്. അത് മാഡം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാൻ. ഓ ഇറ്റ്സ് ഇംപോസിബിൾ മൈ ബോയ്. 7 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ പുറത്തേക്ക് വിടാൻ ഞാൻ അനുവദിക്കാറില്ല. മാഡം ഞങ്ങൾ ഹസ്ബൻഡും വൈഫും അല്ലേ? യെസ് ഐ നോ. ഇവിടുത്തെ അധികം കുട്ടികളും വിവാഹം കഴിച്ചവരാണ്. അവർക്കൊക്കെ ഭർത്താക്കന്മാരും ഉണ്ട്. അതിന്റെ പേരിൽ അല്പ സ്വാതന്ത്ര്യം അനുവദിച്ചാൽ അത് ഇവിടുത്തെ ഡിസിപ്ലിനെ ബാധിക്കും. മാഡം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. Tomorrow you can come at 5 o'clock and you can take her. Madam, you know I am Vishnu. I know you well, Mr. Vishnu. You are a very good boy. Now you can go. Please. ഇതിലേക്ക് കാലും നീട്ടിയിരിക്കും. ഒറ്റ ചവിട്ടി കൂട്ടിയോണ്ടല്ലോ. ആ തള്ളെ കെട്ടിയെടുക്കാറായി. അതിന് മുഴുത്ത വട്ട. Good night, Mr. Vishnu. Oh. You can go to your room. വരൂ. क्या जाने कब कहां से चुराई मेरी गज़ल, क्या जाने कब कहां से चुराई मेरी गज़ल. എന്റെ കാര്യം മനസ്സിലായി, മറന്നിട്ടില്ല. തന്റെ കാര്യത്തിൽ ഞാൻ എന്റെ ആൾസമാർ ശ്രമിക്കുന്നുണ്ട്. തല ഒത്തു കിട്ടണ്ടേ? അപ്പോഴേ കരിമ്പായി, ഇവന്റെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഇങ്ങനെ കൊട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഒന്ന് ആഞ്ഞു ശ്രമിക്കണം. ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു വീട് പോയി നോക്കി. അപ്പോഴേക്ക് വേറെ പഹന്മാര് 30,000 രൂപ പകുതി കൊടുത്ത് അത് കൊണ്ടുപോയി. 30,000 ഒന്നും ഞാൻ വിചാരിച്ച ഉണ്ടാക്കാൻ പറ്റില്ല. ഇവന്റെ വർത്താനം കേട്ടാ തോന്നും ഇവർക്കും ഭാര്യക്കും ഇവിടെ ആരോ വീട് പണിതിട്ടിട്ടുണ്ടെന്ന്. ഒന്ന് ക്ഷമിക്കുന്നു. ഇപ്പൊ തന്നെ 2 ആഴ്ച കാത്തു. 2 ആഴ്ചക്ക് ഒരാഴ്ചയാണോ പറയാ? ചിലപ്പോ 6 മാസം ഒരു കൊല്ലൊക്കെ കാത്തിക്കേണ്ടി വരും. ഞാനത് അവനോട് പറഞ്ഞു. ഇത് സ്ഥലം ബോംബെയാ. എന്തിനേറെ ഇന്നത്തെ കാലത്ത് കേരളത്തിലെ ഒരു കൊച്ചു ടൗണിൽ പോയാൽ പോലും ചെന്നൈന്റെ പിറ്റേ ദിവസം വീടൊന്നും കിട്ടാൻ പോകില്ല. ഇത് കേസ് വേറാണ്. തിരുമുൽപ്പാട് നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇതിന് കല്യാണം കഴിക്കണം. ശാദിക്കാരനോ അലോക്കാ. വിഷ്ണു വിഷമിക്കാണ്ടിരിക്കേ. തൽക്കാലം നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇതറാ ഇങ്ങോട്ട് വാണ്. मेरे जिक्र जबी मुझे मालूम नहीं है, मेरे जिक्र जबी और मैं कहा, मैं तो कुर्बान मेरी जान मेरी जान. मेरे जिक्र जबी मुझे मालूम नहीं है, मेरे जिक्र जबी और मैं कहा, मैं तो कुर्बान मेरी जान मेरी जान. ला ला ले ला ले ला ले.
क्या? सब गाने के लिए कुछ फिर बुलाएगा. ठीक है.